ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുലിഖിതം. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരിക തന്നെ ചെയ്യും. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സിവി, സ്ഥലം തളിയോലപ്പറമ്പ്. എനിക്ക് 8 വർഷം മുമ്പ് SLE എന്ന വാദസംബന്ധമായ ഒരു മാരക രോഗം പിടിപെട്ട് ശരീരത്തിലെ എല്ലാ ജോയിൻറ്റുകളും ഒടിഞ്ഞു പൊടിഞ്ഞു പോണ വേദന. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഈ രോഗം ഇനി മാറില്ല എന്നാണ് മെഡിക്കൽ സയൻസ് പറഞ്ഞത്. ഞാൻ നിരാശപ്പെട്ടില്ല. ടെലിവിഷനിലൂടെയുള്ള അഭിഷേകാഗ്നി എന്നൊരു വചന ശുശ്രൂഷയിൽ ഞാൻ പങ്കുചേരുന്നുണ്ടായിരുന്നു. എനിക്ക് വിശ്വാസം വർദ്ധിച്ച് എൻ്റെ രോഗം മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയും പറയുകയും ചെയ്തു. സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേരുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ രോഗം വിട്ടുമാറി. ഡോക്ടർമാർ മരുന്ന് നിർത്തിക്കൊള്ളാൻ എനിക്ക് നിർദ്ദേശം തന്നു. ഇന്ന് ഞാൻ മരുന്ന് നിർത്തി, മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പം എനിക്ക് രോഗമോ വേദനയോ ഒന്നുമില്ല. എൻ്റെ കർത്താവിന് ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ജെറമിയായുടെ പുസ്തകം 32-ാം അധ്യായം 26-ഉം 27-ഉം തിരുലിഖിതങ്ങൾ. അപ്പോൾ കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ദൈവമേ, ഈ വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും ഒരു അഭിഷേകമായി ഇപ്പോൾ തുറക്കണമേ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. കരങ്ങളടിച്ച് വലിയ വിശ്വാസത്തോടെ സമൂഹത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, കൂട്ടായ്മയോട് ചേർന്ന് കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ഉന്നതമായ അഭിഷേകങ്ങളെ ഇപ്പൊ തുറക്കണമേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോ ദൈവം അത് നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോ ദൈവം അത് നീതിയായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവാരാധന അഭിഷേകം നിറയട്ടെ, ദൈവ സ്തുതിപ്പിന്റെ അഭിഷേകം നിറയട്ടെ.
പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, ദൈവസ്നേഹത്തിന്റെ അഭിഷേകം നിറയട്ടെ, വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ, ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, അത്ഭുത രോഗസൗഖ്യങ്ങൾ നിറയട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ, സാത്താൻ കൂട്ടങ്ങൾ അലർക്കൊണ്ട് ഓടി മറയട്ടെ, പ്രാർത്ഥനാ കൃപകൾ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, യുവതിവാക്കന്മാർ കൃപ പ്രാപിക്കട്ടെ, സമൂഹം മുഴുവൻ അത്ഭുത അഭിഷേകത്താൽ നിറയട്ടെ, വലിയ ആഹ്ലാദം കുടുംബങ്ങളിൽ തിരതല്ലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവം അത്യുന്നതനായ ദൈവം. ജെറമ്യാ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ് ഞാൻ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഈ ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിശയകരമായി പ്രവഹിക്കാൻ സാത്താൻ ഉയർത്തുന്ന വളരെ ഗൗരവമേറിയ ഒരു തടസ്സമാണ് അവിശ്വാസത്തിൻ്റെ വാക്ക്. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് അവിശ്വാസത്തിൻ്റെ വാക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അവിശ്വാസ വാക്ക് അത് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കാൻ ഒരു കനത്ത കോട്ടയായി പ്രതിരോധം സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ബൈബിളിൽ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുലിഖിതങ്ങൾ. ഒരു പാവപ്പെട്ട ഒരു വിധവ എലീഷ പ്രവാചകന്റെ അരികിലേക്ക് വരികയാണ്. എലീഷ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ഭർത്താവ് അങ്ങയുടെ കൂടെ കുറേ കാലം ശുശ്രൂഷ ചെയ്തിരുന്നതാണ്. പാവപ്പെട്ട കുടുംബമാണ്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് കാലങ്ങളായി. ഒരുപാട് കടമുണ്ട്. ഇന്ന് പട്ടിണി കൊണ്ട് നിവൃത്തിയില്ല. കടം വീട്ടാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കടം തന്ന മനുഷ്യന്മാർ ഞങ്ങളോട് വന്നിട്ട് നിന്റെ മക്കളെ വിറ്റ് കടം വീട്ട് എന്ന് ഞങ്ങളോട് എന്നെ നിർബന്ധിക്കുകയാണ്. രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാമത്തെ അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. 1-ാമത്തെ വാക്യം, പ്രവാചക ഗണത്തിൽ ഒരുവന്റെ ഭാര്യ എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ 2 പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. ഇതാണ് കുടുംബത്തിൻ്റെ പ്രശ്നം. ഉടനെ എലീഷ പറഞ്ഞു, നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഉടനെ ആ വിധവ പറഞ്ഞു, ഒരു ഭരണി എണ്ണ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വല്ല വിരുന്നുകാരും വന്നാൽ പെട്ടെന്നൊരു അപ്പം ചുട്ടു കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം. എന്നാൽ ഒരു ഭരണി എണ്ണ മാത്രം ആ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എലീഷ പ്രവാചകൻ പറഞ്ഞു, മതി മതി മതി, അത് ധാരാളം മതി. നീ ചെന്ന് സമീപ വീട്ടിൽ ചെന്ന് ഒരുപാട് പാത്രങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് ഈ ഭരണി എണ്ണ ആ പാത്രങ്ങളിലേക്ക് പകരുക. നിറയുന്ന പാത്രങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ട് ആ എണ്ണ വിറ്റ് നിന്റെ കടം വീട്ടുക. ആ വിധവ അതുപോലെ വിശ്വസിച്ച് വീട്ടിലേക്ക് ചെന്നു. മക്കളുണ്ട്, മക്കളെയും കൂട്ടി അടുത്ത വീടുകളിലെല്ലാം പോയി ഒരുപാട് പാത്രങ്ങൾ, കാലിപ്പാത്രങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ എണ്ണ അങ്ങോട്ട് പകരാൻ തുടങ്ങി. അത് രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാം അധ്യായം 3-4 വാക്യങ്ങളിലാണ് നാം വായിക്കുന്നത്. അവൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്ത് കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക. നിറയുന്നത് മാറ്റിവെക്കുക. അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു. അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു. അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു. ഒരു ടീം വർക്കാണ് ഇവിടെ, ഒരു ടീം ശുശ്രൂഷയാണിത്. ഇതാ ടീം ലീഡർ വിധവ മുമ്പിൽ നിൽക്കുകയാണ്. ടീം മെമ്പേഴ്സ് 2 പേര്, 2 കുട്ടികളുണ്ട്, അത് സൈഡിൽ നിൽക്കുകയാണ്. ഈ വിധവ പാത്രങ്ങളിലേക്ക് നിറയ്ക്കുമ്പം ഈ കുട്ടികൾ അത് മാറ്റി വെച്ചിട്ട് ആ പാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പം അടുത്ത കാലിപാത്രവുമായി വന്ന് നിൽക്കുകയാണ്. ഉടനെ വിധവ അത് മാറ്റി വെച്ചിട്ട് ഈ കാലിപാത്രം വാങ്ങി നിറയ്ക്കും. അത് നീരാറാകുമ്പോൾ ഇതാ ഈ കുട്ടികൾ പോയി വലിയ വലിയ ചെമ്പ് കലങ്ങളും വലിയ കലങ്ങളും അലുമിനിയം കലങ്ങളും എല്ലാം കൂടെ ഉന്തി ഇതാ അടുത്ത് കൊണ്ടുവന്ന് വെക്കും. നമുക്കൊരു ടീം സ്പിരിറ്റായിട്ട്, ഒരു ടീം വർക്കായിട്ട് അവരിങ്ങനെ അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എല്ലാ പാത്രങ്ങളും നിറഞ്ഞു. എന്നിട്ട് ഈ അമ്മ പറഞ്ഞു, ഈ പാത്രം കൊണ്ടുവാ.
ഉടനെ ആ കുട്ടികൾ പറയാണ്, മതി, തീർന്നു, ഇനിയില്ല. നമ്മൾ വായിക്കുന്നത് രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിലാണ്. പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രന്മാരോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇനി പാത്രമില്ല എന്ന് അവൻ മറുപടി പറഞ്ഞു. എണ്ണയുടെ ഒഴുക്ക് നിലച്ച്. ആ അത്ഭുതം അവിടെ നിന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ടീം വർക്കായിട്ട്, ഒരു ടീമായി കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ, ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ മഹത്വം കാണാൻ ടീം ഒരുമിച്ച് വിശ്വാസത്തോടെ പോരാടണം, വിശ്വാസത്തോടെ കാണണം, വിശ്വാസത്തോടെ പറയണം. ടീമിൽ 1-2 പേര് നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവാഹം ബ്ലോക്കാക്കുകയാണത്. നെഗറ്റീവ്, മതി, തീർന്നു, ഇല്ല, ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്നതോടുകൂടെ ദൈവകൃപയുടെ പ്രവാഹം അവിടെ നിലയ്ക്കുകയാണ്. അച്ഛൻ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള സംഗതിയുണ്ട്. സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ അനേകം പേര് അവർ എന്ത് കാര്യം പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തരുമ്പോൾ അത് ടീമിലേക്ക് പറയുമ്പോൾ ശരി നമുക്ക് ഉടനെ നടപ്പാക്കാം. ടെലിവിഷനിൽ ശിശുവോട് പറഞ്ഞു, ശരി നമുക്ക് ഉടനെ നടപ്പാക്കാം. ഇതാ ഒരു പുതിയ മിനിസ്ട്രി ആരംഭിക്കാമെന്ന് പറഞ്ഞു, ശരി ഉടനെ നടപ്പാക്കാം. അങ്ങനെ എന്ത് കാര്യം പരിശുദ്ധാത്മാവ് പ്രേരണ തന്നാലും അത് പറയുമ്പോൾ ശരി നമുക്ക് നടപ്പാക്കാം, നമുക്ക് പറ്റും. അങ്ങനെയുള്ള വിശ്വാസകൃപയുടെ വീരന്മാരുണ്ട്. എന്നാൽ വേറെ ചില അച്ഛൻ കണ്ടിരിക്കുന്നത് എന്ത് കാര്യം പറയുമ്പോഴും ഇത് നടക്കുമോ, അതിനുള്ള കഴിവ് നമുക്കുണ്ടോ, ഇപ്പൊ വേണോ, അത് കുറച്ച് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് മതിയോ, ഇങ്ങനെയുള്ള സംശയത്തിന്റെ വാക്ക്, അവിശ്വാസത്തിന്റെ വാക്ക്, മടുപ്പിന്റെ വാക്ക്, ഇത് ദൈവകൃപയെ ബ്ലോക്ക് ചെയ്യുന്നു, ഇത് ദൈവകൃപയെ തടസ്സപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേക പ്രതിഭാസം, വളരെ ഉന്നതമായ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ, ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി യേശു പോകുമ്പോൾ എല്ലാ ശിഷ്യന്മാരെ യേശു കൂടെ കൊണ്ടുവരുന്നില്ല. 1, 2, 3 ശിഷ്യന്മാരെ മാത്രം കൂടെ കൊണ്ടുവരുന്നു. ഒരുപക്ഷെ അവരുടെ പ്രത്യേകത ഈ വിശ്വാസ കൃപ കൊണ്ട് നിറഞ്ഞ് അവിശ്വാസം പറയുന്നില്ലെന്നൊരു പ്രത്യേകത ആയിരുന്നിരിക്കാം. എന്തായാലും ശരി, 12 പേരെയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശോ കൂടെ കൊണ്ടുപോകുന്നത് കാണുന്നില്ല. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് അവനൊരു മലയിലേക്ക് പോയി. പല കാര്യങ്ങളിലും ഇവരെ മാത്രം കൂട്ടിക്കൊണ്ട് പോകുന്ന രംഗമാണ് ബൈബിളിൽ കാണുന്നത്. അവിശ്വാസത്തിൻ്റെ വാക്ക്, വളരെ കഠിനമായി ദ്രോഹം നമ്മുടെ അവിശ്വാസ ജീവിതത്തിൽ, ആത്മീയ അഭിവൃദ്ധിയിൽ, ദൈവത്തിന് അനുഗ്രഹം കൊണ്ടുവരുന്ന കാര്യത്തിൽ വളരെ കഠിനമായി ദ്രോഹം ചെയ്യുന്ന ഒരു തിന്മയാണ് അവിശ്വാസത്തിൻ്റെ വാക്ക്. വിശുദ്ധ ലിഖിതത്തിൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 58-ാം തിരുലിഖിതം, യേശു സ്വന്തം പട്ടണമായ, സ്വന്തം സ്ഥലമായ നസറത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്ക് യേശുവിനെ കുറിച്ച് ചില അവിശ്വാസം. ഇവനാ തച്ചൻ്റെ മകനല്ലേ, ഇവനാ മേരിയുടെ ജോസഫിൻ്റെ മകനല്ലേ, ഇവനെ നമുക്കറിയാമല്ലോ, ഇവൻ എന്ത് കഴിവുണ്ടെന്ന്, ഇങ്ങനെ യേശുവിനെ കുറിച്ച് അവർ ദുഷിച്ച് പറയുക. ബൈബിൾ പഠിപ്പിച്ചിരിക്കുകയാണ്, അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അവരുടെ അവിശ്വാസങ്ങൾ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. എന്താ അവരുടെ അവിശ്വാസം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം വാക്യത്തിലുണ്ട്, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ, യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ, ഇവൻ്റെ സഹോദരന്മാരെല്ലാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ ഇവനിതല്ല ഇവിടെ നിന്ന്. ഇങ്ങനെയുള്ള ഓരോ അവിശ്വാസ വാക്കുകൾ ശവത്തിൽ നിന്ന് പുഴു വരണോലെ ഇവരുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. ബൈബിൾ പഠിപ്പിക്കുകയാണ്, സ്വന്തം പട്ടണമായ, സ്വന്തം നഗരമായ, സ്വന്തം സ്ഥലമായ നസ്രത്തിൽ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. മത്തായിയുടെ സുവിശേഷം 13:58, അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം, അവിടെ 5 മുതലുള്ള തിരുലിഖിതം നമ്മൾ കാണുന്നുണ്ട്. ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട് കേണപേക്ഷിച്ചു, ഗുരോ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന സഹിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഉടനെ ശതാധിപൻ യേശുവിനോട് പറയാണ്, ഗുരോ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങൊരു വാക്ക് മാത്രം അരുളി ചെയ്താൽ മതി, എൻ്റെ ഭക്തൻ സുഖം പ്രാപിക്കും. ഇവന്റെ വിശ്വാസം കണ്ട് യേശു വിസ്മയഭരിതനായി.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 10-ാം വാക്യം. തന്നെ അനുഗമിച്ചിരുന്നവരെ നോക്കി യേശു പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് ആ ശതാധിപനോട് യേശു പറഞ്ഞു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 13-ാം തിരുലിഖിതം, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കും. തൽക്ഷണം ഭൃത്യൻ ഭവനത്തിൽ സുഖം പ്രാപിച്ച്. നോക്ക്, വിശ്വാസത്തിന്റെ വാക്കുകൾ തന്നെ പറഞ്ഞിരുന്ന ശതാധിപൻ ഒരു അവിശ്വാസം പോലും പറഞ്ഞില്ല. അവൻ്റെ ഉള്ളിൽ നിറയെ വിശ്വാസമായിരുന്നു. അവൻ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. അവൻ പറഞ്ഞു, യേശുവേ, അങ്ങ് വരേണ്ട ആവശ്യമില്ല, അങ്ങ് ഇവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. അവൻ എന്ത് പറഞ്ഞോ അതുപോലെ സംഭവിച്ച്. നമ്മുടെ അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ പ്രവഹിക്കാത്തതിൻ്റെ ഒരു കാരണം അവിശ്വാസ ചിന്ത, അവിശ്വാസ വാക്ക്. ഇത് നടക്കുമോ, ഇത് ശരിയാകുമോ, ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ ശരിയാവും, പിന്നെ എങ്ങാനും നടക്കുമായിരിക്കും, അടുത്ത തലമുറയിലൊക്കെ സംഭവിക്കുമായിരിക്കും. ഇങ്ങനെ ഓരോ വാക്ക്, നെഗറ്റീവ് വാക്കുകൾ, അവിശ്വാസ വാക്കുകൾ, ഇതെൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കനത്ത പ്രഹരമേൽപ്പിക്കുന്നുവെന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിയണം. അവിശ്വാസ വാക്ക് ഉപേക്ഷിക്കണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ വലിയ വിശ്വാസക്രമ തുറക്കപ്പെടാൻ വേണ്ടി 2 കരങ്ങൾ ഉയർത്തി എഴുന്നേറ്റ് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, വിശ്വാസത്തിന്റെ അത്ഭുതങ്ങൾ, വിശ്വാസത്തിന്റെ അതിശയങ്ങൾ കാണാൻ തക്കവണ്ണം വിശ്വാസ കണ്ണുകളെ തുറക്കണമേ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ദൈവത്തിന്റെ കരുതൽ കാണാം, കരങ്ങൾ ഉയർത്തിയടിക്കുന്നു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, അത്ഭുത ശക്തി, ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിയായി കണക്കിട്ടല്ലോ. വിശ്വാസം തരണമേ. ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിയായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, അഭിഷേകം ദൈവത്തിന്റെ ഉണരട്ടെ. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ സകല ഹൃദയങ്ങളിൽ ശക്തി പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ കരുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ. ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അഭിഷേകം ചൊരിയണമേ. ഓ ദൈവമേ, മങ്ങിപ്പോയ അഭിഷേകങ്ങൾ ഉണരട്ടെ കർത്താവേ. വിശ്വാസ കൃപകൾ ഉണരട്ടെ കർത്താവേ. ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളിലും വിശ്വാസം ജ്വലിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ വിശ്വാസ കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:37. നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. എൻ്റെ യേശുനാഥാ,
സ്നേഹനാഥ വാ വാ എൻ യേശുനാഥ വാ വാ എൻ സ്നേഹനാഥ വന്നു വസിച്ചിടുകെന്നിൽ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുലിഖിതം. കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും നീക്കിക്കളയും. 2 കരങ്ങളും കർത്താവിലേക്ക് ഉയർത്തി ഈ നിമിഷം എല്ലാവരും കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ 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 എന്നെല്ലാവരും ഉറക്കെ വിളിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ 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 സ്പർശിക്കണമേ സ്പർശിക്കണമേ സ്പർശിക്കണമേ, സൗഖ്യം നൽകണമേ, സുഖപ്പെടുത്തണമേ. യേശുവേ യേശുവേ എൻ്റെ പേര് നീതു. ഞാൻ മൂലമറ്റത്തു നിന്നാണ് വരുന്നത്, ഇടുക്കി ജില്ലയിലെ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നത്. എൻ്റെ അമ്മയുടെ വയറ്റിൽ 7 വർഷത്തോളമായി ഒരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ക്യാൻസറാണ്. 7 വർഷമായൊരു മുഴ വയറ്റിൽ അങ്ങനെ ഗ്രോത്ത് വളർന്നിട്ട് ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്തപ്പോൾ ക്യാൻസർ ആണെന്ന് കണ്ടെത്തി. അമ്മയ്ക്ക് ക്യാൻസർ എന്ന് കേട്ടാൽ പേടിയായതുകൊണ്ട് ഇപ്പോൾ അറിയിക്കണ്ട, പരിശോധനയെല്ലാം കഴിഞ്ഞിട്ട് കൂടുതൽ കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പോൾ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ കാരിത്താസ് ക്യാൻസർ സെൻ്ററിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടറോട് ഞാൻ കയറി പറഞ്ഞു, ഇപ്പോൾ അമ്മയെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റിയല്ല, രോഗിയെ ഇപ്പം തന്നെ അറിയിക്കണം എന്നും പറഞ്ഞ് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നേർച്ച നേർന്നു. ഇവിടെ വന്ന് 3 ആദ്യ വെള്ളിയാഴ്ച എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം. 9 അഭിഷേകാഗ്നി പ്രോഗ്രാം മുട്ടയിൽ നിന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൂടിക്കോളാം. അഭിഷേകാഗ്നി എന്ന് പറഞ്ഞാൽ 8:30 തൊട്ട് 9 മണി വരെ എല്ലാ ഞായറാഴ്ചയും ഷാലോം ചാനലിലൂടെ അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വചന പ്രഘോഷണം അഭിഷേകാഗ്നി എന്ന പേരിൽ വരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നിട്ട് തിരിച്ച് ഞാൻ ഡോക്ടറെ അടുത്ത് കയറി ചോദിച്ചു, ഒരു പ്രാവശ്യം കൂടെ പരിശോധന കഴിഞ്ഞിട്ട് അമ്മയെ അറിയിച്ചാൽ പോരെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാ പരിശോധനയും കഴിഞ്ഞ് ഞാനിവിടെ വന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ആദ്യ വെള്ളിയാഴ്ച വന്ന് കൂടി. അപ്പോൾ ഞാനിവിടെ ഒരുപാട് പേര് സാക്ഷ്യം പറയുന്നത് കണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കും ഇതുപോലെ സാക്ഷ്യം പറയാൻ ഒരു അവസരം തരണേന്ന്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് 3ാമത്തെ അഭിഷേകാഗ്നി ഞാൻ കൂടിക്കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് രാത്രി ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു, ശരീരത്തായ എടുത്ത മുഴയെ പോലും ക്യാൻസറിൻ്റെതായ യാതൊന്നുമില്ല, കീമോയോ റേഡിയേഷനോ ഒരു മരുന്നും വേണ്ടാന്ന് പറഞ്ഞു. ക്യാൻസറിന്റെ ഒരു അണു പോലും ഇല്ലാത്ത വിധം ശരീരത്തിൽ നിന്ന് അത് വ്യത്യാസപ്പെട്ടു പോയി. ഹല്ലേലൂയ. എൻ്റെ പേര് ജോളി. ഞാൻ ഭരണങ്ങാനത്തു നിന്നും വരുന്നു. 2010 ഡിസംബറിലെ ബൈബിൾ കൺവെൻഷൻ വട്ടായി അച്ഛൻ്റേതായിരുന്നു. ആ 5 ദിവസത്തെ ധ്യാനം കൂടാൻ എനിക്ക് അവസരം കിട്ടി. അവിടെ വെച്ച് 40 വർഷമായി എൻ്റെ പെടലി ഒരു വശത്തേക്ക് തിരിക്കത്തില്ലായിരുന്നു. 40 വർഷമായി പെടലി ഒരു വശത്തേക്ക് തിരിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒന്ന് പുറകിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ഒരു വശത്തൂടെ മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ, മറുവശത്തൂടെ നോക്കത്തില്ല. ആ അവസ്ഥയിൽ അച്ഛൻ്റെ ആരാധനാ സമയത്ത് കഴുത്ത് തിരിക്കാൻ വയ്യാത്തൊരു സഹോദരിയെ യേശു തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് കേട്ടു. എന്തോ എൻ്റെ ചെവിയുടെ പുറകിൽ നിന്നും അലർന്ന് താഴേക്ക് വീണു. അതെന്താണെന്ന് ഞാൻ നോക്കി, ഒന്നും കണ്ടില്ല. അപ്പോൾ എൻ്റെ തലയിൽ സ്ലൈഡുണ്ട്. ഞാൻ തലയെ തപ്പി നോക്കി, സ്ലൈഡ് ഊരിപ്പോയതാണോ എന്ന്. അല്ല, തപ്പി നോക്കിയപ്പോൾ അവിടെ ഒരു നന്നായിട്ടൊരു ചൂട് അനുഭവപ്പെട്ടു എനിക്ക്. അപ്പോൾ തന്നെ എനിക്ക് ഉറക്കം വന്നു. ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങി. എന്തോ ഒരു 5 മിനിറ്റ് ഉറങ്ങി കാണും. ചാടി എഴുന്നേറ്റു, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി. ഇടതുവശത്തേക്ക് നോക്കി, 2 കുഞ്ഞു പിള്ളേരായിരുന്നു. വലതുവശത്തേക്ക് നോക്കി, ഒരു സിസ്റ്റർ. ആ സിസ്റ്റർ എന്ത് വിചാരിച്ചു എന്തോർത്ത് ഞാൻ പുറകോട്ട് നോക്കി, ആരെങ്കിലും കണ്ടോ എന്ന്. എൻ്റെ പെടലി കോഴിയുടെ തലയൊടിച്ചിട്ട് പോലെ അങ്ങ് തിരിഞ്ഞുപോയി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതായത് തിരിക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് തന്നെ അങ്ങോട്ട് തിരിഞ്ഞിങ്ങനെ കറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്,
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 വർഷമായിട്ടുള്ള ഒരു ദുർപീഡയാണെന്ന് ഓർക്കണം. എന്തോ ഒരു സാധനം അവിടെ നിന്ന് അടർന്നങ്ങോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ച അതേ യേശു ക്രിസ്തു ഇന്നും യേശുവിന്റെ നാമത്തിൽ ജനം ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യ പ്രവർത്തിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് പെരുമഴ പോൽ അത്ഭുതങ്ങൾ ചൊരിയുന്ന യേശുവിനെ ആരാധിക്കട്ടെ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതം വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതം വിടുതലും ഈ ജനതയിൽ. രണ്ട് കരങ്ങൾ ഉയർത്തി വീശി, പെരുമഴ പോൽ പെയ്യുന്നു, നന്നായിട്ട് വേഗത്തിൽ വീശി. അത്ഭുതം വിടുതലും ഈ ജനതയിൽ.